ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ സ്നാക്ക് പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതിന് ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 പൊട്ടറ്റോ പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്, 1 പച്ചമുളക്, 1 മുറി സവാള, 1 മീഡിയം സൈസ് ക്യാരറ്റ്, പിന്നെ ആവശ്യത്തിന് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് മസാലകൾ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് അവലും കൂടെ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ മൈദയിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ കുറേശ്ശായിട്ട് വെള്ളം തെളിച്ച് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തൂത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെക്കാം. ഇനി നമുക്ക് അവലൊന്ന് പൊടിച്ചെടുക്കണം. അവലിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ആയാലും മതി. ഇതുപോലെ പൊടിച്ചെടുത്തത് 4 ടേബിൾ സ്പൂൺ വേണം. ഇനി ഞാൻ പൊട്ടറ്റോ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, പിന്നെ സവാള ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളെ മസാലകൾ, അതായത് പൊടികളെല്ലാം ഒന്ന് ആഡ് ചെയ്യാം. അതും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മല്ലിയിലയും കൂടെ ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഞാൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവൽ പൊടിച്ചതിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ കുറേശ്ശെ ആഡ് ചെയ്തുകൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ കണ്ടില്ലേ, ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവിയ ശേഷം ഇതൊരു സിലിണ്ടർ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ കുറേശ്ശെ എടുത്ത ശേഷം വീഡിയോ കാണുന്ന പോലെ അങ്ങ് ഉരുട്ടിയെടുത്താൽ മതി. ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മളെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് ചപ്പാത്തി പരത്തും പോലെ ഒന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ ഒന്ന് പരത്തിയ ശേഷം നമുക്കിതിൻ്റെ സെൻറ്ററിലൊന്ന് ഒരു നൈഫ് വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 4 ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യണം. ഇനി വീഡിയോ കാണുന്ന പോലെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് താഴോട്ട് വരഞ്ഞു കൊടുക്കുക. പിന്നെ അടുത്ത രണ്ടാമത് വരയുന്നത് കുറച്ച് താഴേന്ന്, പിന്നെ മൂന്നാമത് അതിൽ നിന്നും കുറച്ച് താഴോട്ടായിട്ട് വരഞ്ഞെടുക്കുക. ഈ അടിവശം ഒരേ ലെവലിലും മുകൾ വശം ഇങ്ങനെ കയറി ഇറങ്ങിയ രീതിയിലായിരിക്കണം. ഇനി ഈ സൈഡും കൂടെ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ താഴോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കണം. ഇനി ഈ കട്ട് ചെയ്തതിൻ്റെ സെൻട്രലായിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് അങ്ങോട്ടും മറ്റേ സൈഡ് ഇങ്ങോട്ടുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ മറ്റേ സൈഡ് ഇങ്ങോട്ടും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ താഴെ വശം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ അങ്ങ് ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ടിട്ട് വറുത്ത് കോരാം. ഒരു വശം കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്.
രണ്ട് വശം കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.